എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരുന്ന് കഴിഞ്ഞപ്പോൾ കെട്ടിയവൻ്റെ വക ഒരു അശരീരി, നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ എന്ന്. എപ്പോൾ റെഡിയായെന്ന് ചോദിച്ചാൽ പോരെ. റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് സീറ്റിലിരിക്കാനുള്ള അടി, അവരെ മാറ്റിയിരുത്തിയിട്ട് ഞാൻ ഫ്രണ്ടിൽ കയറി. എന്തൊക്കെയായാലും പാവമല്ലേ എന്നോർത്ത് മൂത്ത് തന്നെ പിടിച്ച് പിന്നെ ഫ്രണ്ടിൽ കയറ്റി. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നേരെ അച്ചായൻസിലോട്ട് വിട്ടോളാം, മക്കളുടെ വക ഓർഡർ. അങ്ങനെ നേരെ ഞങ്ങൾ അച്ചായൻസിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയനെ എല്ലാം വിളിച്ചു. അനിയൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അവരെ വിളിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും നമുക്കകത്ത് കയറി പതിയെ സ്റ്റാർട്ടർ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയിരുന്നു. അകത്ത് കയറി കഴിഞ്ഞപ്പോഴോ അപ്പായനെ ആരുടെ നടുക്കിരുത്തണം, ആരുടെ അടുത്തിരുത്തണം, അപ്പായുടെ വലതുവശത്തായിരിക്കണം എന്നതിനെ ചൊല്ലുള്ള പൂക്കുറ്റിയടി. അതെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണും അപ്പനും അമ്മയൊക്കെ കൂടെ വന്നു. സ്റ്റാർട്ടറിന് ഓർഡർ കൊടുത്തായിരുന്നെങ്കിലും അതും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ അടുത്ത ഓർഡർ എടുക്കാനായിട്ട് വന്നതുമില്ല. അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. കുഞ്ഞിപ്പേനുണ്ടായിരുന്നതുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് സമയമൊക്കെ പോയി കിട്ടി. ഞങ്ങൾ പറയുക ചെയ്തത്, ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഓർഡർ വിളിച്ച് പറയാം, അപ്പോഴത്തേക്കെങ്കിലും നമ്മൾ വന്നിരിക്കുമ്പം എങ്കിലും നമുക്ക് ഭക്ഷണം കിട്ടുമല്ലോ എന്ന്. ഇത്തിരി ലേറ്റായിരുന്നു ഫുഡ് കിട്ടാനായിട്ട്. ഫുഡെല്ലാം നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. സൂപ്പിൽ തുടങ്ങി. സൂപ്പ് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്, പക്ഷേ കുടിച്ച് മുഴുവൻ എൻ്റെ കെട്ടിയവനാണ്. അങ്ങനെ ഓരോരുത്തരും അവനവന് വേണ്ട സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തു. വേണ്ടവർ അടുത്ത പാത്രത്തിൽ കൈയിട്ട് വാരിയൊക്കെ സഹകരിച്ച് ഞങ്ങൾ ഫുഡ് മുഴുവൻ കഴിച്ചു. അങ്ങനെ ഫുഡ് വരാൻ കുറച്ച് ലേറ്റായെങ്കിലും ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച പാത്രങ്ങളെല്ലാം നോക്കി ഇതൊക്കെ ആര് കഴിച്ചതെന്നുള്ള രീതിയിലിരിക്കുകയാണ് എൻ്റെ അനിയൻ. അവിടെ വെച്ച് ഞങ്ങളുടെ കുറച്ച് പരിചയക്കാരെയൊക്കെ കണ്ട് അവരോടെല്ലാം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ട് വഴിക്ക് പിരിയാൻ പോവാണ്. കാറേ കയറി കുഞ്ഞിപ്പെണ്ണിന് ടാട്ടയും ഉമ്മയൊക്കെ കുഞ്ഞേട്ടായും വലിയേട്ടായൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് കാണാം. ബൈ.